ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ എനർജിയിൽ വളരെയധികം ഹെവി എനർജിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇമോഷൻസ് വളരെയധികം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ജാഗരൂകരായിട്ടിരിക്കുകയാണ്. ഇവരെ ആർക്കും മണ്ടരാക്കുവാൻ സാധിക്കുകയില്ല. ആർക്കും ഇവരുടെ മേൽ ഒരു ഓർഡറും ഇവരുടെ മേൽ കൊടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇവർക്ക് അത്രമാത്രം ആ ഒരു ജാഗരൂകരായിട്ടാണ് ഇവർ ഇരിക്കുന്നത്. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇവരുടെ മേൽ ഓർഡർ കൊടുക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ആർക്ക് ഇന്നത്തെ ദിവസം ഇവരുടെ മേൽ പ്രഷർ കൊടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാനോ മാനിപ്പുലേറ്റിംഗ് ചെയ്തോ കൺട്രോൾ ചെയ്തോ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കുവാനോ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്തെന്ന് വെച്ചാൽ എനിക്ക് ക്ലാരിറ്റി വേണം. ഞാൻ സ്റ്റക്കായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടെ ഉള്ളവരെയും സ്റ്റക്കായിട്ട് ഇരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ക്ലാരിറ്റി വേണം എന്നുള്ള തോന്നൽ, ഒരു തീവ്രമായിട്ടുള്ള തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ. നിങ്ങളുടെ പേഴ്സൺ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറഞ്ഞാണ് എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളെയും കാട്ടി വേദനിക്കുന്നത് ഇവരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളില്ലാതെ ഇവർക്ക് ഒട്ടും തന്നെ സാധിക്കുന്നില്ല. പക്ഷേ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളോട് അങ്ങനെ പറഞ്ഞതാണിവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റീസെൻ്റ്ലി നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്നാണ്. ഇനി നിങ്ങളല്ലാതെ തേർഡ് പാർട്ടിയാണ് ഇവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് എങ്കിൽ അതിലും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ ആരോടാണോ ഇവർ സംസാരിച്ചത് ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടിയല്ല കൊടുത്തത്. അത് കാരണം ഇവർ ഹേർട്ടായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഇവിടെ തേർഡ് പാർട്ടിയെ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. കാരണം തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിട്ടിരിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു എനർജി ക്ലിയർ ആയിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കട്ട് ഓഫ് ചെയ്യുന്നതായിട്ടുള്ള ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ജസ്റ്റിസ് ഉണ്ടാവുന്നതായിട്ടും മാരേജിൻ്റെ ആ ഒരു വൈബ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. യൂണിയൻ്റെ ആ ഒരു വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായിട്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിവൈൻ്റെ ആ ഒരു അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ഡിവൈൻ നിങ്ങളെ എന്തിനാണോ ഈ ഭൂമിയിൽ വിട്ടത്, എന്ത് കാര്യത്തിനാണോ എന്ത് പർപ്പസിനാണോ വിട്ടത്, അപ്പോൾ ആ ഒരു പർപ്പസ് നിങ്ങൾ ചെയ്യുക. കൂടാതെ യൂണിയൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡിവൈൻ ജേണിയിലാണ് നിങ്ങളുള്ളത് എങ്കിൽ നിങ്ങളെ ഒന്നാക്കുന്നത് ഡിവൈൻ ആയിരിക്കും. പല ആൾക്കാരുടെ ലൈഫിൽ സഡനായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതൊരു സഡനായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ ഒരു സൈക്കിൾ എൻഡാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവേക്കനിങ്ങിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അവേക്കനിങ്ങിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ച് അവർ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി ഒന്നും തന്നെ സംസാരിക്കാതെ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതായത് ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, സെപ്പറേഷനിലാണ് എങ്കിൽ ഒട്ടും തന്നെ സംസാരിക്കുന്നില്ല എങ്കിൽ സഡനായിട്ടൊരു അത്ഭുതം നടക്കുകയും നിങ്ങൾ തമ്മിൽ പരസ്പരം കോളും മെസ്സേജിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
അതായത് സഡനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഗുഡ് ന്യൂസ് കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കൺഫ്യൂഷൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സ് അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അവർ ഇനി ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ നിന്ന് ഒരു സിറ്റുവേഷൻ മാത്രം ചൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ കൺഫ്യൂഷൻ അങ്ങനെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജോലിയൊന്നുമില്ല, വീട്ടിലാണ് ഉള്ളത് എങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ശ്രദ്ധ നിങ്ങളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ജോലി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഫ്രീ ടൈമിൽ ഇവർക്ക് എപ്പോഴും ശ്രദ്ധ നിങ്ങളുടെ മേലാണ്. നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഇവർ ശ്രമിക്കുന്നു. ഇവിടെ ഇവർ നിങ്ങളെ സ്പൈ ചെയ്തില്ല എങ്കിൽ പോലും ഇവർ നിങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴും വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില സമയം നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല, പക്ഷെ സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നു. അതിൻ്റെ കാരണം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ ഫിസിക്കലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് നല്ലൊരു സമയം ഇവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മുന്നേ എങ്കിൽ ആ ഒരു സമയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക. ആ സമയം ഇവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ, അവരോട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, അതെല്ലാം ഇവർ റീകോൾ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആ ഒരു എനർജി ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്താൽ നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കുമെന്നാണ് ഇവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചില ആൾക്കാരുടെ പേഴ്സണിനോട് നിങ്ങൾ ചില ഡെഡ് ലൈൻ വച്ചിട്ടുണ്ട്. അതായത് മാരേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഡെഡ് ലൈൻ നിങ്ങൾ വച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചില ആൾക്കാരുടെ പേഴ്സണോട് നിങ്ങൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു ഡെഡ് ലൈൻ. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു. അത് സത്യമായിട്ട് വേണ്ട കാര്യമാണ്. അതായത് വീട്ടുകാരുമായിട്ട് സംസാരിക്കുക, ഇല്ല എങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ഒരു മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഡെഡ് ലൈൻ നിങ്ങളുടെ പേഴ്സണ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു നിങ്ങളോട്. അതായത് ഞാൻ ഇവരെ കാണുവാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് മാത്രം എന്താ എന്നെ കാണണ്ടേ, സംസാരിക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിഷമം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു നിങ്ങളിങ്ങനെ ഡെഡ് ലൈൻ വെച്ചപ്പോൾ. ഇവിടെ കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ എനർജിയിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ മേൽ വർക്ക് ചെയ്യുമോ അത്രത്തോളം നിങ്ങളുടെ പേഴ്സണും സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ വേക്കനിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 നമ്പറാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നല്ലതാക്കി വയ്ക്കുവാനാണ് പറയുന്നത്. നിങ്ങളുടെ വിഷൻ ക്ലിയർ ആക്കി വയ്ക്കുക. കാരണം ഫ്യൂച്ചർ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നേരെയാക്കി വയ്ക്കണം, വിഷൻ നല്ല ക്ലിയർ ആക്കി വയ്ക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് കംപ്ലീഷനിൽ വരണമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരണമെന്നും ഏഞ്ചൽസ് പറയുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് ലോയൽ അല്ല, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ലോയൽ അല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുത്ത് ഒരു ബന്ധവുമായി മുന്നോട്ട് പോകുവാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചാടിക്കയറി ഒരു റിലേഷൻഷിപ്പിന് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം
ഒരു തീരുമാനം എടുക്കുവാൻ ഏഞ്ചൽസ് പറയുന്നത്. മദർക്കായ നിങ്ങളോട് പറയുന്നത്, അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എനർജിയെ ഉയർത്താതെ നിങ്ങളുടെ എനർജിയെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് ഉണ്ട് എങ്കിൽ, അതായത് നിങ്ങളെപ്പോഴും അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക, എപ്പോഴും നിങ്ങളെ താഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുക, നിങ്ങൾക്കൊരു റെസ്പെക്റ്റും തരാതിരിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുടെ ബന്ധം നിങ്ങൾക്കുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ മാതൃകായ ഡിറ്റാച്ച്ഡ് ആക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ഡിറ്റാച്ച്ഡ് വരും. അറ്റാച്ച്ഡ് ആയിട്ടുള്ള നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകും. കാരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ട് നിങ്ങൾക്കൊരു ഉയർച്ചയുമില്ല. നിങ്ങൾ താഴെ പൊയ്ക്കൊണ്ടിരിക്കണം. നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എനർജി മുകളിലോട്ട് പോവുകയുള്ളൂ, താഴോട്ട് പോവുകയില്ല. ഇവിടെ കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ജന്മത്തിൽ നിങ്ങളുടെ ഒരു പേഴ്സണായിട്ട് വന്ന് നിങ്ങളോട് പകരം വീട്ടുന്നത്. കാരണം അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ പകരം വീട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങളോട് അവർ ട്രിഗർ ചെയ്ത് പകരം വീട്ടിയിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുണ്ട് എങ്കിൽ 2024 അവർ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് ആകും, അതായത് ഡിറ്റാച്ച്ഡ് ആകും. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആ ഒരു കർമ്മ ബന്ധം എന്താണോ, അതായത് നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് പോകണമെന്നുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം എല്ലാവരുടെയും റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2025 ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ലോയലായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. മറിച്ച് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വന്നിട്ട് നിങ്ങളോട് പക വീട്ടുവാൻ വന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമെന്നാണ് ഇവിടെ എനർജി പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അവരെല്ലാം അവരുടെ വന്ന വഴിയെ തന്നെ പുറത്തു പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് ഒരിക്കലും വിഷമിക്കരുത്. കാരണം അവർക്ക് അത്രയേ ഉള്ളൂ അവരുടെ ജോലി. അതായത് നിങ്ങൾക്ക് ട്രിഗർ തന്നിട്ട് നിങ്ങളിൽ നിന്ന് പുറത്തു പോവുക, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ചെയ്യാനുള്ള ജോലി അവർ ചെയ്തേ പറ്റുകയുള്ളൂ. ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം വെറുതെ വേദനിപ്പിക്കരുത്. നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് തന്നെ വന്നു ചേരുന്നതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ടതാണ്. അപ്പോൾ വരാൻ പോകുന്ന 15 മണിക്കൂർ അല്ലെങ്കിൽ 25 മണിക്കൂർ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിരിക്കും. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് നിങ്ങളോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.